ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. നമ്മളുടെ വീടുകളിലൊക്കെ ഇതുപോലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ധാരാളം പ്ലാസ്റ്റിക് കവറുകൾ എത്താറുണ്ട്. നമ്മളിതൊക്കെ ഇപ്പോൾ ഹരിതസേന കർമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മളിത് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. അത് കുറച്ച് പ്രയോജനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് കവറാണിത്. ഉൾഭാഗം നന്നായിട്ടും അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് കവറാണ് ഇത്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴയ്ക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലിട്ട് നമ്മൾ പൊടിയിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ അങ്ങ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗമാണ് ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾക്ക് ആവശ്യാനുസരണം നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് ഏത് രീതിയിലാണോ അതുപോലെ തന്നെ. പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ നമ്മൾ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ ഇതുപോലെ തുടക്കത്തിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ആ പൊടിയും വെള്ളവും എല്ലാം കൂടി ചേർന്ന് പിടിച്ച് അതങ്ങോട്ട് പോകാനായിട്ട് ഇച്ചിരി പാടാണല്ലേ. പിന്നെ നമ്മൾ അത് സ്പൂൺ കൊണ്ട് തോണ്ടിയും ഒക്കെ ഇട്ട് കൊടുക്കണം പൊടിയിലേക്ക് അല്ലേ, കയ്യിൽ ഒട്ടിപ്പിടിക്കും അത്. അപ്പോൾ ആ ഒരു അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുഴയ്ക്കണം. ഇതുപോലെ തുറന്ന് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതിൻ്റെ പുറമെ ഇതുപോലെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് മാറും. കണ്ടോ, ഇതുപോലെ നമുക്ക് തേച്ചും അതുപോലെ തന്നെ ഉരുട്ടിയും ഒക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടി നല്ല വെള്ളവുമായിട്ട് ചേർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നാൽ നമ്മുടെ കയ്യിൽ പൊടിയും വെള്ളവും കൂടി ആ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം വരത്തില്ല നമ്മുടെ കയ്യിലേക്ക്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ വെള്ളം നമുക്ക് തുറന്ന് നോക്കി കവർ തുറന്ന് നോക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ തേച്ചും അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് മാറും. നമ്മൾ വൃത്തിയാക്കിയ കവറായതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം പാകമാണോ എന്ന് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാം. അപ്പം നമ്മൾ ഇതുപോലെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം പാകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. വളരെ എളുപ്പമല്ലേ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ അവസാനം നമ്മളുടെ കവറിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കത്ത പോലുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നല്ല മെത്തേഡല്ലേ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. നമുക്കിതുപോലെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ടും, കണ്ടോ നമ്മുടെ പൊടി ഇപ്പം നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വേണമെന്നില്ല, നമ്മൾക്കതൊന്ന് കമത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മളുടെ ആ പാത്രത്തിലേക്ക്. ഇപ്പം നമ്മളുടെ പൊടി വളരെ സോഫ്റ്റായിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളുടെ കയ്യിൽ ആ ഒട്ടിപ്പിടിക്കുന്ന ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യിൽ ഒരു സ്വല്പം എണ്ണ ഒന്ന് തൂത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇച്ചിരി എണ്ണ കയ്യിൽ ഇങ്ങനെ തൂത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കുഴയ്ക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനിയിപ്പം അതങ്ങ് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചപ്പാത്തിയുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മളുടെ കയ്യിലൊന്നും പറ്റാതെ ഈ അവസാനം നമ്മൾ ഇച്ചിരി എണ്ണ തൂത്ത് അതൊന്ന് ഉരുട്ടി പാത്രത്തിലേക്ക് ആക്കണമല്ലോ.
ഇനി അത് പാത്രത്തിലേക്ക് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് തന്നെ നമ്മൾക്ക് ഉരുട്ടി അത് പരത്താവുന്നതാണ്. ഇപ്പം ഞാനിപ്പം പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് അതിനകത്ത് വെച്ച് തന്നെ ഉരുളകളാക്കി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുവാൻ സാധിക്കും. കണ്ടോ, നമ്മളുടെ കൂടുകളിൽ ഒട്ടും പറ്റിയിട്ടില്ല, നമ്മുടെ ആ കൂടിൽ ഒട്ടും പറ്റിയിട്ടില്ല. കണ്ടോ, ഇനി നമുക്ക് ആ കൂട് ഉണ്ട്. അപ്പം നമ്മളുടെ ചപ്പാത്തി റെഡിയായി. ഇനി ആ കൂട് നമ്മൾക്ക് വേണമെങ്കിൽ ഹരിതസേനയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മളുടെ ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പ്രയോജനം ഞാൻ കാണിക്കുന്നത് പ്ലാസ്റ്റിക് കവറിൻ്റെത്. ഇപ്പം നമ്മൾ ഇപ്പോൾ 2 ബോട്ടിലുകൾ, ഇപ്പോൾ 2 ഫ്ലാസ്ക് ടൈപ്പ് ബോട്ടിലുകൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടിനകത്താക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ നേരെ ഇരിക്കത്തില്ല, അല്ലെങ്കിൽ മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതിനുള്ള ഒരു വിദ്യയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ആ കവറിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റി ഒരു ബോട്ടിൽ വെച്ചു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തു. ഒരു 8ൻ്റെ രൂപത്തിൽ, ഒരു 8ൻ്റെ രൂപത്തിൽ നമ്മളുടെ പ്ലാസ്റ്റിക് കവർ ഈ രൂപത്തിൽ കൊണ്ടുവന്നു. അതിന് ശേഷം അവിടെ ആ ഭാഗത്തിലേക്ക് മറ്റേ കുപ്പിയും കൂടി ഇങ്ങനെ കയറ്റി വെച്ചു. ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ ആ കുപ്പി ബോട്ടിലുകൾ തമ്മിൽ അത് കൂട്ടി മുട്ടത്തുമില്ല. നടുക്ക് പ്ലാസ്റ്റിക് കവറുണ്ട്, അതുകൊണ്ട് തന്നെ അത് മറിഞ്ഞ് പോകത്തുമില്ല. ഇങ്ങനെ നമുക്ക് തൂക്കി പിടിച്ചോണ്ട് പോയാൽ വളരെ സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സ്കൂട്ടറിലൊക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ടും തൂക്കിയിട്ടുകൊണ്ട് പോകാനായിട്ടും ഒക്കെ നല്ലതാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചായയോ കാപ്പിയോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ 2 ബോട്ടിൽ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് പ്ലാസ്റ്റിക് കവറിൻ്റെ വേറൊരു പ്രയോജനമാണ്. കണ്ടോ, വളരെ നല്ല ഒരു മെത്തേഡല്ലേ ഇത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ 2 കുപ്പി ഒരുപോലെ വെച്ചുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. അടുത്ത പ്രയോജനം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ, നമ്മൾ കറിയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണമെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മളുടെ വേറെ മൂടി കൊണ്ട് നമുക്ക് മൂടേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൂടി പെട്ടെന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ അടച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. കറിയുടെ ബാക്കിയോ ചോറിൻ്റെ ബാക്കിയോ ഒക്കെ വന്നാൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ, കണ്ടോ, ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെ സേഫായിട്ടിരുന്നോളും. കണ്ടോ, അത് വേറൊരു നല്ലൊരു മെത്തേഡല്ലേ ഇത്. ഇനി അടുത്ത പ്ലാസ്റ്റിക് കവറിൻ്റെ വേറൊരു പ്രയോജനം ഞാൻ കാണിക്കുന്നത്, ഇപ്പം ഞാൻ 3-4 പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ കളയാൻ ഹരിതസേന കർമ്മയ്ക്കൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഇതുപോലെ നമ്മളെ മാക്സിമം ഉപയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കുക. ഇതുപോലെ ഞാൻ ഇപ്പം 3-4 പ്ലാസ്റ്റിക് കവറ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുക്കി 4 കൂടി ഇങ്ങനെ ഒരുപോലെ അടുക്കി വയ്ക്കാം. അതിൻ്റെ ആ തൂക്കി പിടിക്കുന്ന ഭാഗമല്ല, മറ്റേ അടിയിലത്തെ ഭാഗം ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം ഒരു കത്രിക കൊണ്ട് ഇങ്ങനെ ഒരു പകുതി വരെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. പകുതി ഭാഗം വരെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് മുറിക്കാൻ പറ്റുമല്ലോ, പ്ലാസ്റ്റിക് അല്ലേ. ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ തൂക്കി പിടിക്കുന്ന സ്ഥലം എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് നമ്മുടെ കൈകളിലൊന്ന് കോർത്ത് ഒരുമിച്ച് അങ്ങ് പിടിക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ആ തൂക്കി പിടിക്കുന്ന സ്ഥലം എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ പിടിക്കാം. അതിനുശേഷം നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന ആ മറുഭാഗം കണ്ടോ, ഇതുപോലെ
ഇതുപോലെ ഒന്ന് ഒപ്പം പിടിച്ചിട്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ടാകുമല്ലോ, ചെറുതും വലുതും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ആ തുമ്പ് ഭാഗം അങ്ങോട്ട് മുറിച്ച് കളയാം. അപ്പം അത് ഒരേ മുഴുപ്പാകും എല്ലാം. ആ ഏറിയും കുറഞ്ഞൊക്കെ കിടക്കുന്ന അതുപോലെ തന്നെ ചെറുതും വലിയും കൂടൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തുമ്പ് ഭാഗം ഇതുപോലെ അങ്ങ് മുറിച്ച് കൊടുത്തു. കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ ഒരു പൈപ്പ് പോലെ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ വേണമെന്നില്ല, ഒരു വടിയാണെങ്കിലും മതി, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വടിയാണെങ്കിലും മതി. അതിലേക്ക് ഞാൻ നമ്മളുടെ ആ തൂക്കി പിടിക്കുന്ന ഭാഗത്തെ ആ ഹോളിലേക്ക് ആ വടി അങ്ങ് കയറ്റി കൊടുത്തു, ആ പൈപ്പ് അങ്ങ് കയറ്റി കൊടുത്തു. അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മൾക്ക് ഒരു ചരട് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് വള്ളി കൊണ്ടോ ഒരു ചരട് കൊണ്ടോ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഉണ്ടോ? ഇപ്പം ഞാൻ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഇതുപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ മാറാലകളൊക്കെ, നമ്മളുടെ വീടിൻ്റെ മുകളിലുള്ള മാറാലകളൊക്കെ നമ്മൾക്ക് ഇതുകൊണ്ട് തൂത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. വളരെ പ്രയോജനമാണ് അതുകൊണ്ട് മാറാലകളൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കുവാനായിട്ട്. കണ്ടോ? ഇവിടെയുള്ള ഇതുപോലെയുള്ള മാറാലകളൊക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് മാറാലകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ? അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇതുപോലെ മാറാല തൂക്കണ പൈസ കൊടുത്ത് നമുക്ക് അങ്ങനത്തെ അങ്ങനത്തെ മാറാല തൂക്കുന്ന അതൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? മാറാലകളൊക്കെ താഴെ പോകുന്നുണ്ടോ? അതുപോലെ നമുക്ക് ഇതുപോലെ തൂത്ത് കൊടുത്താൽ വളരെ വൃത്തിയാകും. അതുപോലെ ജനലിൻ്റെ ഇടയിലുള്ള വിരുത്താമ്പലുകൾ ഒക്കെ ഇതുപോലെ തൂത്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത പ്രയോജനം, അടുത്ത പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള പ്രയോജനമാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ ഫാനിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൻ്റെ ആ ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചും ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചെടുത്താൽ മതി. കണ്ടോ? അതിൻ്റെ അഴുക്കൊക്കെ ആ കൂടിലേക്ക് വരുന്ന കണ്ടോ? അടുത്ത ലീഫും കൂടി ഒന്നും കൂടി വൃത്തിയാക്കുകയാണ്. ഒരു ലീഫ് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആ പ്ലാസ്റ്റിക് കവറ് കയറ്റിയതിന് ശേഷം അതിനകത്ത് നിറച്ച് അഴുക്കുണ്ട്, പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ട്. അതിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അതിലുള്ള പൊടിയൊക്കെ ആ കവറിലേക്ക് പോകും. അപ്പം നമ്മളുടെ ദേഹത്തൊന്നും വീഴത്തുമില്ല. ആ പ്ലാസ്റ്റിക് ഉള്ളിൽ കണ്ടോ മാറാലകൾ അഴുക്കുകളും ഫാനിലുള്ള അഴുക്കുകളൊക്കെ ആ കവറിൽ വന്നേക്കുന്നതുണ്ടോ? നല്ലൊരു പ്രയോജനമല്ലേ? ഇനി അടുത്ത ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഒരു പ്രയോജനമാണ് കാണിക്കുന്നത്. നമ്മളുടെ ബുക്കിൻ്റെയൊക്കെ കട്ടിയുള്ള ഭാഗം വളരെ കനം കുറഞ്ഞതായിരിക്കും. ഇപ്പം ഞാനൊരു ചെറിയൊരു കനം കുറഞ്ഞ ബുക്കാണ് കട്ടിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മളുടെ ഈ അലമാരകളുടെ അടികളിലൊക്കെ നമ്മുടെ ചൂലെത്താത്ത ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി നമുക്ക് അതിൻ്റെ അടി വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ചൂല് കൊണ്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാനായിട്ട് കണ്ടോ? അഴുക്കൊക്കെ അതിൻ്റെ അടിയിൽ നിന്നും നമ്മുടെ അലമാരകളുടെ അടിയിൽ നിന്നും ഇതുപോലെ നമുക്ക് അഴുക്കുകളൊക്കെ വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജ് അലമാരികളുടെ അടിയിലും കൈയെത്താത്തയും ചൂലെത്താത്തയും സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. വളരെ പ്രയോജനമുള്ള ഒരു മെത്തേഡാണ് ഇതൊക്കെ. കണ്ടോ? ഇതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിലും ഇതുപോലെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ അലമാരയുടെ അടിയിലാണ് വൃത്തിയാക്കുന്നത്. ഇതുപോലെ അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള അഴുക്കൊക്കെ ഇങ്ങോട്ട്
പോരും. അങ്ങനെ നമുക്ക് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിലാണെങ്കിൽ ഇത്രയേ ഗ്യാപ്പ് ഉണ്ടാകത്തുള്ളൂ, നമ്മളുടെ ചൂലൊന്നും കയറത്തില്ല. അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ ഒരു കട്ടിയുള്ള ഒരു ബുക്കിൻ്റെയൊക്കെ പുറമേയുള്ള കട്ടിയുള്ള ഭാഗമില്ലേ, കട്ടിയുള്ള അത് അതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തള്ളിയെടുക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഉണ്ടാകും. ഇത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രയോജനമാണ്. ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള അഴുക്കൊക്കെ ഇങ്ങോട്ട് പോരും. അപ്പം വളരെ പ്രയോജനമില്ലേ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഈ കാണിച്ചു തന്ന മെത്തേഡൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കേ.